ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SP ഗെയിം. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൽ കൗ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 4 കുഴി കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ 2 ചെസ്റ്റും വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡിൽ ഹോപ്പർ ഒരു ഹോപ്പർ വെച്ചിട്ട് ഇരുന്നിട്ട് വേണം ഗൈസ് വെക്കാൻ. പിന്നെ നമ്മളിന്ന് ഇവിടെ ബ്ലോക്ക് വെക്കുന്നുണ്ട് ഗൈസ്. ഇഷ്ടമുള്ള ബ്ലോക്ക് വേണമെങ്കിൽ വെക്കാം ഗൈസ്. നമ്മൾ ഡീപ്പ് സൈഡ് ബ്രിക്കാണ് ഗൈസ് വെക്കണത്. ഇത് ഹോപ്പറിൻ്റെ 2 മതിൽ കണക്കായിരിക്കും വെക്കേണ്ടത്. അതായത് മണ്ടയിലേക്ക് 2 ബ്ലോക്ക് വെക്കണം ഗൈസ്. താഴത്തും മണ്ടയിലും ഇട്ട് 2 ബ്ലോക്ക് വെക്കണം. അത് കുറച്ച് നീട്ടം വേണം ഗൈസ്. ആ 4 ബ്ലോക്കിലും ക്ലിയർ ആയിട്ട് തികഞ്ഞിരിക്കണം ഗൈസ്. നമ്മളത് വെച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് പൊട്ടിച്ച് കളയണം ഗൈസ്. ഇവിടെ വേണം നമുക്കിനി ഇവിടെയാണ് ഗൈസ് നമുക്ക് ഡിസ്പെൻസർ വെക്കേണ്ടത്. ഡിസ്പെൻസർ അവിടെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിലായിട്ടൊരു സ്വിച്ച് വെക്കണം ഗൈസ്. സ്വിച്ച് വെക്കുമ്പോൾ ഇരുന്നിട്ട് വേണം ഗൈസ് സ്വിച്ച് വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്കായിരിക്കും നമ്മൾ ഇങ്ങനെ കാണിക്കണത്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് ഒരു ലാവാ ബക്കറ്റും വെക്കണം ഗൈസ്. ലാവാ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ വെക്കാൻ പോവുകയാണ് ഗൈസ്. അതിൻ്റെ ഒന്ന് ഹോപ്പറിൻ്റെ താഴത്തും മണ്ടയിലും വെക്കണം. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലത്തെ ഇവിടെയും അതേപോലെ തന്നെയാണ്. ആദ്യം ഇവിടെ ഹോപ്പറിൻ്റെ താഴത്തൊരെണ്ണം, അപ്പുറത്തും അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോപ്പറിൻ്റെ മണ്ടയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. ഹോപ്പറിൻ്റെ മണ്ടയിലും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് 2 ബ്ലോക്ക് വെക്കണം ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ ഈ മറ്റേ പാലം കണക്ക് 2 ബ്ലോക്കായിരിക്കും വെക്കേണ്ടത്. ഇനി ഇവിടെ കൂടി വെക്കണം ഗൈസ്. ഇവിടെ കൂടി വെച്ചിട്ട് ഇങ്ങനെ മൂടാം ഗൈസ്. അയ്യോ ഗൈസ്, തെറ്റിപ്പോയി. നമുക്ക് ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ബ്ലോക്ക് വെച്ച് പിന്നെ ഇവിടെയും ബ്ലോക്ക് വെക്കണം ഗൈസ്. ഇനി ഇത് മൂടണം ഗൈസ്. ഇങ്ങനെ മൂടിയേക്കാം. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഇത് കുറച്ച് നില കണക്ക് വെക്കണം ഗൈസ്. ഇത് ഇത്രയും മതിയായിരിക്കും ഗൈസ്. അല്ല, ഇനിയും വേണ്ടി വരുമെന്ന് അറിഞ്ഞൂടാ. ഇത്രയും മതിയായിരിക്കും ഗൈസ്. ഇത്രയും മതിയായി ഗൈസ്. ഇനി അവിടെ അതിൻ്റെ മുന്നിലേക്ക് വന്ന ഭാഗത്ത് നമ്മൾ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അവിടെ വന്ന് നമുക്ക് മൂടിയേക്കാം ഗൈസ്. അവിടെ മൂടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മൂടി വെച്ചേക്കാണ് ഗൈസ്. ഇനി നമുക്ക് ഗ്ലാസ് അങ്ങ് ഉണ്ടാക്കിയേക്കാം ഗൈസ്. ഇവിടെ ഗ്ലാസ് വെക്കണതാണ് ബെറ്റർ ഗൈസ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലാസ് വെക്കുമ്പോൾ ഇവന്മാരെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനി ഒന്ന് മണ്ടയിലേക്ക് കയറണം ഗൈസ്. നമുക്ക് മണ്ടയിൽ കയറിയിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പോൾ മണ്ടയിൽ കയറിയാണ് ഗൈസ്. നമ്മൾ മണ്ടയിൽ കയറിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തെ ഈ കാണാൻ പറ്റുന്ന സ്ഥലം മൊത്തം നമുക്ക് മൂടണം ഗൈസ്. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ മൂടാൻ പോവാണ് ഗൈസ്. അവിടെ മൂടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇനി നമുക്ക് ഈ നിലത്ത് കുറേ വൃത്തിയായിട്ട് കണക്കാണ് ഗൈസ് ഇരിക്കണം. നമുക്കിത് സ്ക്വയർ ഷേപ്പൊക്കെ അങ്ങ് ആക്കിയേക്കാം ഗൈസ്. സ്ക്വയർ ഷേപ്പ് അങ്ങ് ആക്കിയേക്കാം. അപ്പോൾ സ്ക്വയർ ഷേപ്പ് ആക്കണുണ്ട്. നമ്മൾ ഈ ഫാം മൊത്തം പോയി ഗൈസ്. വെക്കാൻ പറ്റിയില്ല അതൊന്നും. ഇനി നമുക്കൊന്ന് കയറാൻ സ്റ്റെപ്പ് വേണം ഗൈസ് ഇവിടുന്ന്. അത് കാരണം ഈ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചേക്കാം ഗൈസ്. ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാം നമുക്ക് ഇവിടുന്ന്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം ഗൈസ്. അത് ഡിസ്പെൻസറിൻ്റെ അവിടെ പോകും വേറൊരു ബ്ലോക്ക് അങ്ങ് വെച്ചേക്കാം ഗൈസ് നമുക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഡിസ്പെൻസറി ഒന്നും മുട്ടത്തില്ല ഗൈസ്. തെറ്റിപ്പോയി ഗൈസ്. ഇവിടെ വേണ്ട ഗൈസ്. നമുക്ക് മണ്ടേ വെക്കാം ഗൈസ്. ഇത് മണ്ടേ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കൗവിനെ പിടിച്ച് ഇതിനകത്ത് ഇടണം ഗൈസ്. നമുക്ക് വീട്ടുണ്ടാക്കിയിട്ട് കൗവിനെ പിടിക്കാം ഗൈസ്. ഇപ്പോൾ കൗവിനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. 2 എണ്ണം വന്നുണ്ട് ഗൈസ് ഇങ്ങോട്ട്.
ഇവന്മാർ ചിലപ്പോൾ നിലത്ത് വീഴും ഗൈസ്. ഒരുത്തൻ ഇപ്പോഴേ നിലത്ത് പോയി ഗൈസ്. മറ്റേവനെ കൂടി നമുക്കങ്ങ് തള്ളിയിട്ടേക്കാം ഗൈസ്. മറ്റേവനെ തള്ളിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത് ചാടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഫെൻസ് എടുത്ത് വെക്കുക ഇവിടെ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെൻസ് എടുത്ത് ഇവിടെ വെക്കുകയാണ് ഗൈസ്. അവിടെ വെച്ച് ഗൈസ് ഇനി ഇത് 4 എണ്ണം വെക്കണം ഗൈസ്. 4 എണ്ണം വെച്ചേക്കാം. 4 എണ്ണം വേണ്ട ഗൈസ്, 3 എണ്ണം മതി ഗൈസ്. 3 എണ്ണം മതി ഗൈസ്. ഇത് ഈ സൈഡിൽ കിടക്കണ ഫെൻസ് മൊത്തം നമുക്ക് പൊട്ടിച്ചേക്കാം. ആ ഫെൻസൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇനി ഇവന്മാരെ തമ്മിൽ ഫീഡ് കൊടുത്ത് ബ്രീഡാക്കുമ്പോൾ ഈ ബേബി കൗസൊക്കെ ഇങ്ങനെ വരും. നമുക്ക് ഈ ഡേർട്ട് അങ്ങ് പൊട്ടിച്ചേക്കാം ഗൈസ്. ഡേർട്ട് പൊട്ടിച്ചപ്പോഴത്തേക്കും ഓന്മാർ 2 എണ്ണം ഇങ്ങനെ ചാടിപ്പോയി ഗൈസ്. നമുക്കിനി ഇവിടെ ഗ്ലാസ് വെക്കാം. മറ്റേത് കൂടി അങ്ങ് പൊട്ടിച്ചേക്കാം. ആ ഡേർട്ട് നമ്മൾ പൊട്ടിക്കാൻ പൊട്ടിച്ച് ഒരുത്തൻ ഇങ്ങോട്ട് വരാൻ നോക്കി ഗൈസ്. പക്ഷെ ആ നിലത്ത് വീണ്. അപ്പോൾ നമ്മൾ അവിടെയും ഗ്ലാസ് വെച്ച് 4 ഗ്ലാസ്സാണ് ഗൈസ് വെക്കേണ്ടത് ഗൈസ്. ഇനി ഇവന്മാരൊക്കെ ഇവിടെ ക്ലിയറായിട്ട് നിൽപ്പുണ്ട് ഗൈസ്. ഇനി അവിടുത്തെ നമ്മുടെ ഡിസ്പെൻസറിയുള്ള സ്വിച്ച് പിടിച്ചേക്കുമ്പോൾ ആ ലാവ അങ്ങോട്ട് വീഴും ഗൈസ്. അന്നേരം അവന്മാർ ചാകുമ്പോൾ ആ ലാവ അതിനകത്ത് തന്നെ കയറും ഗൈസ്. അവന്മാർ ചാവും ആ ടൈമിൽ ഗൈസ്. അന്നേരം ഈ പെട്ടിക്കകത്ത് സ്റ്റീക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ സ്റ്റീക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ്